ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. മാനസികാരോഗ്യ മേഖലയെ സമൂഹം വളരെയേറെ തെറ്റിദ്ധാരണകളോടെയാണ് നോക്കിക്കാണുന്നതെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. പെരിയ ഇരട്ട കൊലപാതക കേസിൽ 10 പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ച് സിബിഐ കോടതി. മുൻ എംഎൽഎ കെ വി കുഞ്ഞിരാമൻ ഉൾപ്പെടെ 4 പേർക്ക് 5 വർഷം തടവ്. യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയ്ക്ക് സാധ്യമായ എല്ലാ സഹായങ്ങളും നൽകിവരുന്നതായി വിദേശകാര്യ മന്ത്രാലയം. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തിരുവനന്തപുരത്ത് നാളെ തിരിതെളിയും. കലാമാമാങ്കത്തിൽ മാറ്റുരയ്ക്കാൻ യുവപ്രതിഭകൾ തലസ്ഥാന നഗരിയിലെത്തി. കലോത്സവത്തിന്റെ സ്വർണ്ണക്കപ്പ് പ്രയാണത്തിന് അനന്തപുരിയിൽ ഊഷ്മള വരവേൽപ്പ്. ബോർഡർ ഗാവസ്കർ ട്രോഫി 5ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് മോശം തുടക്കം. ഐഎസ്എൽ ഫുട്ബോളിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഇന്ന് മുഹമ്മദൻ എസ്സിയെ നേരിടും. വാർത്തകൾ വിശദമായി. മാനസികാരോഗ്യ മേഖലയെ സമൂഹം വളരെയേറെ തെറ്റിദ്ധാരണകളോടെയാണ് നോക്കിക്കാണുന്നതെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ബംഗളൂരുവിൽ നിംഹാൻസ് സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുക്കുകയായിരുന്നു രാഷ്ട്രപതി. മാനസിക വെല്ലുവിളി നേരിടുന്ന രോഗികൾക്ക് ഗുണനിലവാരമുള്ള പരിചരണം ഉറപ്പുവരുത്തുന്നതിൽ ഉൾപ്പെടെ നിംഹാൻസ് നടത്തിവരുന്ന പ്രവർത്തനങ്ങളെ രാഷ്ട്രപതി അഭിനന്ദിച്ചു. സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി നിർമ്മിച്ച സൈക്കാട്രി സ്പെഷ്യാലിറ്റി ബ്ലോക്ക്, സെൻട്രൽ ലബോറട്ടറി ക്യാമ്പസ്, ഹോസ്റ്റൽ എന്നിവയും രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. പെരിയ ഇരട്ട കൊലപാതക കേസിൽ 10 പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ച് എറണാകുളം സിബിഐ പ്രത്യേക കോടതി. കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 1 മുതൽ 8 വരെ പ്രതികൾക്കും ഗൂഢാലോചനയിൽ പങ്കെടുത്ത 2 പ്രതികൾക്കുമാണ് കോടതി ജീവപര്യന്തം വിധിച്ചത്. 2 കേസുകളിലുമായി 2 ലക്ഷം രൂപ പിഴയും നൽകണം. മുൻ എംഎൽഎ കെ വി കുഞ്ഞിരാമൻ ഉൾപ്പെടെ 4 സിപിഐഎം പ്രവർത്തകർക്ക് 5 വർഷം തടവും കോടതി ശിക്ഷ വിധിച്ചു. കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷിനെയും ശരത്ലാലിനെയും 2019 ഫെബ്രുവരി 17-ന് വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലാണ് കോടതി വിധി. പെരിയ ഇരട്ട കൊലപാതക കേസിലെ കോടതി വിധിയിൽ പൂർണ്ണ തൃപ്തനല്ലെന്നും കുറ്റകൃത്യം ആസൂത്രണം ചെയ്തവരുടെ അടക്കം പങ്ക് തെളിയിക്കും വരെ കോൺഗ്രസ് നിയമപോരാട്ടം തുടരുമെന്നും കെപിസിസി അധ്യക്ഷൻ കെ സുധാകരൻ എംപി. കോടതി വിധി സിപിഎമ്മിനേറ്റ കനത്ത പ്രഹരമാണെന്നും കുടുംബവുമായി കൂടിയാലോചിച്ച് അപ്പീൽ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചു. കേസിൽ സിപിഎം ഗൂഢാലോചന നടത്തിയെന്ന് വരുത്താനാണ് സിബിഐ ആദ്യം മുതൽ ശ്രമിച്ചതെന്നും വിധിക്കെതിരെ മേൽക്കോടതിയെ സമീപിക്കുമെന്നും സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു. സിബിഐ അന്വേഷിച്ചതുകൊണ്ട് മാത്രമാണ് കുറ്റക്കാർ ശിക്ഷിക്കപ്പെട്ടതെന്നും കേസ് അട്ടിമറിക്കാനാണ് ലോക്കൽ പോലീസ് ശ്രമിച്ചതെന്നും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പ്രതികരിച്ചു. യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മലയാളി നഴ്സ് നിമിഷപ്രിയയ്ക്ക് കേന്ദ്ര സർക്കാർ സാധ്യമായ എല്ലാ സഹായങ്ങളും നൽകിവരുന്നതായി വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ. സ്ഥിതിഗതികൾ ഇന്ത്യ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. On Nimisha Priya case, we are closely following the developments there. The government is extending all possible help in the matter, and we'll see how things go forward from here. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനായി ഒരുങ്ങി തലസ്ഥാന നഗരി. കലാമാമാങ്കത്തിൽ മാറ്റുരയ്ക്കുന്നതിനായി എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള യുവപ്രതിഭകൾ തിരുവനന്തപുരത്തേക്ക് എത്തിത്തുടങ്ങി. സെൻട്രൽ സ്റ്റേഡിയത്തിൽ നാളെ രാവിലെ 10 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ കലോത്സവം ഉദ്ഘാടനം ചെയ്യും. കലാമണ്ഡലത്തിലെയും പൊതുവിദ്യാലയങ്ങളിലെയും വിദ്യാർത്ഥികൾ ചേർന്ന് അവതരിപ്പിക്കുന്ന സ്വാഗതഗാനത്തിന്റെ നൃത്താവിഷ്കാരവും വയനാട് വെള്ളാർമല സ്കൂളിലെ വിദ്യാർത്ഥികളുടെ സംഘനൃത്തവും ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായി അരങ്ങേറും. ഈ മാസം 8 വരെ നീളുന്ന കലോത്സവത്തിൽ 25 വേദികളിലായി 249 ഇനങ്ങളിൽ 15,000-ഓളം കൌമാരക്കാർ മാറ്റുരയ്ക്കും. കലോത്സവ രജിസ്ട്രേഷന്റെ ഉദ്ഘാടനം മന്ത്രി വി ശിവൻകുട്ടി ഇന്ന് രാവിലെ നിർവഹിച്ചു. വിധി നിർണയവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന തർക്കം പരിഹരിക്കാൻ സംസ്ഥാനതല അപ്പീൽ കമ്മിറ്റിയും രൂപീകരിച്ചിട്ടുണ്ട്. ഹരിത പ്രോട്ടോകോൾ പാലിച്ചായിരിക്കും കലോത്സവം സംഘടിപ്പിക്കുന്നത്. സ്കൂൾ കലോത്സവത്തിനോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ നാളെ മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. കലോത്സവത്തിന്റെ ഊട്ടുപുരയും പുത്തരിക്കണ്ടം മൈതാനത്ത് ഒരുങ്ങിക്കഴിഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. സംസ്ഥാന സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ട ഗതാഗത നിയന്ത്രണത്തിന്റെ ഭാഗമായി കിഴക്കേക്കോട്ട മുതൽ പഴവങ്ങാടി ഗണപതി ക്ഷേത്രം വരെ റോഡിന്റെ ഇരുവശങ്ങളിലും കെഎസ്ആർടിസിയും സ്വകാര്യ ബസ്സുകളും സർവീസ് നടത്താൻ അനുവദിക്കില്ല. ഈ ഭാഗങ്ങളിൽ നിന്നുള്ള ബസ് സർവീസുകൾ അട്ടക്കുളങ്ങര, വെട്ടിമുറിച്ചകോട്ട, കോട്ടയ്ക്കകം എന്നിവിടങ്ങളിലുള്ള പാർക്കിംഗ് കേന്ദ്രങ്ങളിൽ നിന്നും സർവീസ് നടത്തും. ഉദ്ഘാടന ദിവസമായ നാളെ സെക്രട്ടേറിയറ്റിന് മുൻവശവും സെൻട്രൽ സ്റ്റേഡിയത്തിനു ചുറ്റും വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ അനുവദിക്കില്ല.
വലിയ വാഹനങ്ങൾക്ക് ആറ്റുകാൽ ക്ഷേത്ര പാർക്കിംഗ് ഗ്രൌണ്ടിലും പൂജപ്പുര ഗ്രൌണ്ടിലും പാർക്കിംഗ് സൌകര്യം ഒരുക്കിയിട്ടുണ്ട്. കാർ ഉൾപ്പെടെയുള്ള ചെറിയ വാഹനങ്ങൾ പുളിമൂട് മുതൽ കുന്നുംപുറം വരെയുള്ള റോഡിലും യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാൾ പരിസരത്തും സംസ്കൃത കോളേജ് പാർക്കിംഗ് ഗ്രൌണ്ടിലും പാർക്ക് ചെയ്യാൻ സൌകര്യമൊരുക്കും. പുത്തരിക്കണ്ടം മൈതാനത്തെ ഊട്ടുപുരയുടെ ചുമതല പഴയിടം മോഹനൻ നമ്പൂതിരിക്കാണ്. ഒരേ സമയം 20 വരികളിലായി 4000 പേർക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന രീതിയിലാണ് പന്തൽ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സ്വർണ്ണക്കപ്പ് പ്രയാണത്തിന് അനന്തപുരിയിൽ ഊഷ്മള വരവേൽപ്പ്. മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ഘോഷയാത്രയായി സ്വർണ്ണക്കപ്പ് പ്രധാന വേദിയായ സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഉടൻ എത്തിക്കും. നിയമസഭയ്ക്ക് മുന്നിലും ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിലും സ്വർണ്ണക്കപ്പ് പ്രയാണത്തിന് ആവേശകരമായ സ്വീകരണമാണ് ഇന്ന് ലഭിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ശബരിമലയിൽ ഇക്കുറി മണ്ഡല മഹോത്സവ കാലയളവിൽ 32 ലക്ഷം ഭക്തർ ദർശനം നടത്തിയതായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. മുൻവർഷത്തെ അപേക്ഷിച്ച് 4 ലക്ഷത്തിന്റെ വർധനയാണിത്. വരുമാനത്തിലും 82 കോടിയുടെ വർധനയുണ്ടായി. 297 കോടി രൂപയാണ് മണ്ഡല കാലയളവിലെ ആകെ വരുമാനം. എരുമേലി പേട്ടതുള്ളി ശബരിമല ദർശനത്തിനായി അമ്പലപ്പുഴ സംഘം തിങ്കളാഴ്ച യാത്ര തിരിക്കും. കര പെരിയോന്മാരുടെ കാർമ്മികത്വത്തിൽ ഇരുമുടിക്കെട്ട് നിറച്ച് സ്വാമി ഭക്തർ ഞായറാഴ്ച രാത്രി അമ്പലപ്പുഴ ക്ഷേത്രത്തിലെത്തും. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R രവികുമാർ. വിവിധ ക്ഷേത്രങ്ങളായി 19 ആഴിപൂജകളും അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ 50 ദിവസം 3 നേരവും അന്നദാനവും നടത്തിയ ശേഷമാണ് അമ്പലപ്പുഴ സംഘം പേട്ടതുള്ളലിന് പുറപ്പെടുന്നത്. സംഘത്തിൽ 250 പേരുണ്ട്. അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ പ്രത്യേക ചടങ്ങുകൾക്ക് ശേഷമാണ് 10 നാൾ നീണ്ടുനിൽക്കുന്ന തീർത്ഥാടനത്തിന് സംഘം യാത്ര തിരിക്കുന്നത്. എരുമേലി പേട്ടതുള്ളലിനെ എഴുന്നള്ളിക്കുവാനുള്ള സ്വർണ്ണത്തിടമ്പ് അലങ്കരിച്ച് രഥത്തിൽ സ്ഥാപിച്ച് ഘോഷയാത്രയായി ഇരുമുടിക്കെട്ടുമായി നടന്നാണ് തീർത്ഥാടകർ അമ്പലപ്പുഴയിൽ നിന്നും ശബരിമലയിലേക്ക് എത്തുന്നത്. ഈ മാസം 13-ന് പമ്പവിളക്കും പമ്പസദ്യയും നടത്തിയ ശേഷം സംഘം മല കയറും. കൊല്ലം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാന മന്ദിരം നിർമ്മിക്കുന്നതിന് സ്ഥലം ഏറ്റെടുക്കാൻ ധനാനുമതി നൽകിയതായി മന്ത്രി KN ബാലഗോപാൽ. കൊല്ലം താലൂക്കിൽ മുണ്ടക്കൽ വില്ലേജിൽ 3.292 ഹെക്ടർ ഭൂമി ഏറ്റെടുക്കാനായി 26.02 കോടി രൂപയാണ് അനുവദിച്ചത്. പ്രശസ്ത കാർട്ടൂണിസ്റ്റ് ജോർജ് കുമ്പനാട് അന്തരിച്ചു. 94 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. ഏറെ ജനശ്രദ്ധയാകർഷിച്ച കാർട്ടൂൺ കഥാപാത്രം ഉപ്പായി മാപ്പിളയുടെ സ്രഷ്ടാവാണ് അദ്ദേഹം. കേരള കാർട്ടൂൺ അക്കാദമി വിശിഷ്ട അംഗത്വം നൽകി ആദരിച്ചിരുന്നു. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിന്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് വിതുര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നാളെ നാടക സന്ധ്യ സംഘടിപ്പിക്കുന്നു. പരിപാടിയുടെ ഉദ്ഘാടനം G. സ്റ്റീഫൻ MLA നിർവഹിക്കും. കാഞ്ഞിരപ്പള്ളി അമല കമ്മ്യൂണിക്കേഷൻസിന്റെ ശാന്തം എന്ന നാടകം വൈകുന്നേരം 6 മണിക്ക് അരങ്ങേറും. കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികളും വൈകുന്നേരം 4:30 മുതൽ നടക്കും. ഇന്ത്യ ഓസ്ട്രേലിയ ബോർഡർ ഗാവസ്കർ ട്രോഫി ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ 5ാം ടെസ്റ്റ് ആദ്യ ഇന്നിംഗ്സിൽ ഇന്ത്യ 185 റൺസിന് പുറത്ത്. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഓസ്ട്രേലിയ ആദ്യ ദിനം കളി അവസാനിക്കുമ്പോൾ 1 വിക്കറ്റ് നഷ്ടത്തിൽ 9 റൺസ് എന്ന നിലയിലാണ്. 5 മത്സരങ്ങളടങ്ങിയ പരമ്പരയിൽ ഓസീസ് 2-1 മുന്നിലാണ്. ISL ഫുട്ബോളിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഇന്ന് മുഹമ്മദൻ SCയെ നേരിടും. രാത്രി 7:30 ഗുവാഹത്തിയിലെ സ്റ്റേഡിയത്തിലാണ് മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 720 പോയിന്റ് താഴ്ന്ന് 79,223-ലും നിഫ്റ്റി 184 പോയിന്റ് താഴ്ന്ന് 24,004-ലും ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചു. പൊതുജനങ്ങളുടെ അപേക്ഷകളിൽ തീർപ്പ് വൈകിപ്പിക്കുന്നത് അഴിമതിയായി കണക്കാക്കണമെന്ന് മന്ത്രി P. രാജീവ്. കരുതലും കൈത്താങ്ങും പറവൂർ താലൂക്ക് അദാലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഫയലുകളിൽ തീർപ്പ് കൽപ്പിക്കുകയെന്നാൽ കക്ഷിക്ക് അനുകൂല തീരുമാനമെടുക്കുക എന്ന് മാത്രമല്ലെന്നും നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും വിധേയമായി സാധ്യമായ പരിഹാരം വേഗത്തിൽ ലഭ്യമാക്കണമെന്നും മന്ത്രി പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. മാനസികാരോഗ്യ മേഖലയെ സമൂഹം വളരെയേറെ തെറ്റിദ്ധാരണകളോടെയാണ് നോക്കിക്കാണുന്നതെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. പെരിയ ഇരട്ട കൊലപാതക കേസിൽ 10 പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ച് CBI കോടതി. മുൻ MLA KV കുഞ്ഞിരാമൻ ഉൾപ്പെടെ 4 പേർക്ക് 5 വർഷം തടവ്.
യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയ്ക്ക് സാധ്യമായ എല്ലാ സഹായങ്ങളും നൽകിവരുന്നതായി വിദേശകാര്യ മന്ത്രാലയം 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തിരുവനന്തപുരത്ത് നാളെ തിരിതെളിയും കലാമാമാങ്കത്തിൽ മാറ്റുരയ്ക്കാൻ യുവപ്രതിഭകൾ തലസ്ഥാന നഗരിയിലെത്തി കലോത്സവത്തിന്റെ സ്വർണ്ണക്കപ്പ് പ്രയാണത്തിന് അനന്തപുരിയിൽ ഊഷ്മള വരവേൽപ്പ് ബോർഡർ ഗാവസ്കർ ട്രോഫി 5ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് മോശം തുടക്കം ISL ഫുട്ബോളിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഇന്ന് മുഹമ്മദൻ SCയെ നേരിടും പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.